ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് BSCയുടെ വീക്കിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യ ദിവസം നോക്കിയേ, കേരളത്തിൽ നിലവിലെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരാൻ ഉണ്ടായ പ്രതിഭാസം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ കേരളത്തിലെ നിലവിലെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരാൻ ഉണ്ടായ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എൽ നിനോ പ്രതിഭാസം എന്നാണ് അതറിയപ്പെടുന്ന. ഏത് പേരിലാണ്? എൽ നിനോ പ്രതിഭാസം. നമുക്കറിയാം എന്താണ് എൽ നിനോ. സമുദ്ര ഉപരിതലത്തിൽ താപനില കൂടുന്ന അവസ്ഥയാണ് എൽ നിനോ എന്ന് പറയുന്നത്, അല്ലേ? സമുദ്ര ഉപരിതലത്തിൽ താപനില കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൽ നിനോ പ്രതിഭാസം എന്ന് പറയുന്നു. നിലവിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. അപ്പോൾ കേരളത്തിൽ നിലവിലെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരാനുണ്ടായ പ്രതിഭാസം എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഏതാണ്? എൽ നിനോ പ്രതിഭാസം തന്നെയാണ്. രണ്ടാമത്തെ ദിവസം നോക്കിയോ, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള പാൻറ്റി ഓർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ നമുക്കറിയാം 2024 നടക്കുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാൻറ്റി ഓർ പുരസ്കാരത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള മത്സരത്തിനായിട്ട് പ്രദർശിപ്പിക്കുന്നത്. ഈ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കപാഡിയ എന്ന് പറയുന്ന ഒരു വനിതയാണ് സംവിധാനം. പായൽ കപാഡിയ എന്ന് പറയുന്ന ഒരു വനിതയാണ് എന്ത് ചെയ്യുന്നത്? ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് മലയാളം ഹിന്ദി ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. പറഞ്ഞു 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് നമ്മളൊരു ഇന്ത്യൻ സിനിമ പോകുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് 1994 ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം എന്ന് പറയുന്ന മലയാള സിനിമയാണ് ഈ പുരസ്കാരത്തിൽ പാൻറ്റി ഓർ പുരസ്കാരത്തിനായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരു സിനിമ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നോക്കിയേ, 2024 പ്രവർത്തനം അവസാനിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതെന്നാണ്. അപ്പോൾ 2024 പ്രവർത്തനം അവസാനിപ്പിച്ച കേരള സംസ്ഥാനത്തെ ആദ്യത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഹിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ്. ഹിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഇൻഡസെക്ടിസൈഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ഹിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഹിൽ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിക്കുന്നത് 1954 ആസ്ഥാനം ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇപ്പോഴും ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ഇന്ത്യയിൽ ഹിൽ ഇന്ത്യ ലിമിറ്റഡ് വരുന്നത് 1958 ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏലൂരാണ്. ഏലൂർ കൊച്ചിയിലാണ്. കൊച്ചി 1958 ഇത് സ്ഥാപിച്ചു. ഏലൂരാണ് ഇതിന്റെ ആസ്ഥാനം. ഇത് DDT മറ്റൊന്ന് എൻഡോസൾഫാൻ, ഇത് രണ്ടും കൂടുതലുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇത് എന്ത് ചെയ്യാണ്? പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2024 പ്രവർത്തനം അവസാനിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ചോദിക്കണമെങ്കിൽ ഏതാണ്? ഹിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ്. ആസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു പുരസ്കാരമാണ്, നോക്കിക്കോളൂ. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട ഏർപ്പെടുത്തിയ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട ഏർപ്പെടുത്തിയ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഇടവേള ബാബുവാണ്, അല്ലേ? ഇന്നസെന്റിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമായിരിക്കും. ഇന്നസെന്റ് അന്തരിക്കുന്നത് 2023 അല്ലേ? 2023 മാർച്ച് മാസം 26 ഇന്നസെന്റ് അന്തരിക്കുന്നത്, അല്ലേ?
അദ്ദേഹത്തിന്റെ ആത്മകഥ എന്തായിരുന്നു? ചിരിക്കു പിന്നിൽ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ചിരിക്കു പിന്നിൽ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. അപ്പോൾ ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട ഏർപ്പെടുത്തിയ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? ഇടവേള ബാബുവിനാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും 1-ാം ക്ലാസ് പ്രവേശനത്തിന് എത്ര വയസ്സ് എന്ന നിബന്ധനയാണ് നൽകിയിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചായിരുന്നു. നമ്മൾ കഴിഞ്ഞ യൂട്യൂബിൽ പോയത് ഒരു PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലേ? PM ശ്രീ പദ്ധതി അല്ലേ? ആ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും 1-ാം ക്ലാസ് പ്രവേശനത്തിന് എത്ര വയസ്സ് എന്ന നിബന്ധനയാണ് നൽകിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വയസ്സാണ്. 6 വയസ്സ്, കുട്ടിക്ക് 6 വയസ്സ് കഴിഞ്ഞിരിക്കണം 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നിബന്ധനകളെല്ലാം വരുന്നത്. ഇനി മറ്റൊരു വലിയൊരു സൈനിക അഭ്യാസമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വ്യോമ അഭ്യാസമായ ഗഗൻ ശക്തി 2024 ഓർത്തു വെച്ചേക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ വ്യോമ അഭ്യാസമായിട്ടുള്ള ഗഗൻ ശക്തി 2024 ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് MKI എന്ന പ്രത്യേക ലാൻഡിംഗ് അഭ്യാസം നടത്തിയ എക്സ്പ്രസ് വേ ഏതെന്നാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് MKI എന്ന് പറയുന്ന വിമാനം പ്രത്യേക ലാൻഡിംഗ് അഭ്യാസം നടത്തിയ ഒരു എക്സ്പ്രസ് വേ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എക്സ്പ്രസ് വേ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ്. ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിലാണ് വ്യോമസേനയുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വ്യോമസേന അഭ്യാസമായിട്ടുള്ള ഗഗൻ ശക്തി 2024 ഭാഗമായിട്ട് സുഖോയ് യുദ്ധവിമാനം അല്ലെ നമ്മൾ എന്ത് ചെയ്യാണ്? ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിൽ നമ്മൾ ലാൻഡ് ചെയ്യിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാവുന്ന നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. ഒരു പോർട്ടലാണ്. ഓക്കെ. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ലെവൽ പ്ലേ ഫീൽഡ് ഉറപ്പാക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക പോർട്ടൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി വായിക്കുന്നു. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഒരു ലെവൽ പ്ലേ ഫീൽഡ് ഉറപ്പാക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക പോർട്ടലാണ്. പോർട്ടൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സുവിധ പോർട്ടൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ്? സുവിധ പോർട്ടൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക പോർട്ടലാണ് സുവിധ പോർട്ടൽ എന്ന് പറയുന്നത്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമുക്കറിയാം അല്ലെ? ഹരികുമാർ ആണ്. കേരളത്തിൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നിലവിൽ ആരാണ്? ഹരികുമാറും. കേന്ദ്രത്തിൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീരാലാൽ സമരിയാണ്. ഹീരാലാൽ സമരിയ. ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. അപ്പൊ നാം വീണ്ടും നോക്കിക്കോളൂ. മറ്റൊരു ആപ്പാണ്. ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള കേരള GST വകുപ്പിന്റെ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നേരത്തെ തുടങ്ങിയ ഒരു ആപ്പായിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പം നിന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ ഉറപ്പു നൽകുന്നതിനായുള്ള കേരള GST വകുപ്പിന്റെ ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലക്കി ബിൽ എന്ന് പറയുന്ന ആപ്പാണ്. ഇതിന്റെ ആപ്പാണ് ലക്കി ബിൽ എന്ന് പറയുന്ന ആപ്പ്. ഇനി ഈ ലക്കി ബിൽ എന്ന് പറയുന്ന ആപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇതിന്റെ നമ്മൾ ലക്കി ബിൽ പുറത്തിറക്കി. ഇത് ആ സമയം നല്ല സക്സസ് ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ്? കേന്ദ്ര സർക്കാർ ഒരു ആപ്പ് ഇവര് പുറത്തിറക്കി. അപ്പോൾ അവർ സമ്മാനങ്ങൾ GST കേന്ദ്ര വകുപ്പിന്റെ കീഴിൽ സമ്മാനങ്ങൾ പുറത്തിറക്കാനായിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു. ആ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മേരാ ബിൽ മേരാ അധികാർ.
സർക്കാർ. ഓക്കെ, അപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള കേരള GST വകുപ്പിൻ്റെത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്കി ബില്ലാണ്. ഇതിൽ പ്രചോദനം കേന്ദ്ര സർക്കാർ നടത്തിയതായിരുന്നു മേരാ ബിൽ മേരാ അധികാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് ഏതെന്നാണ്, അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് ചോദിക്കുകയാണെങ്കിൽ സി വിജിൽ എന്ന് പറയുന്നതാണ് ആപ്പിന്റെ പേരെന്നാണ്. സി വിജിൽ എന്ന് പറയുന്ന മൊബൈൽ ആപ്പാണ്. അപ്പോൾ ലോകസഭാ ഇലക്ഷനും നടക്കുകയാണ്. ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരാതികൾ, പെരുമാറ്റ ചട്ടലംഘനം ഇവ സംബന്ധിച്ചുള്ള എല്ലാ പരാതികളും അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സിജിൽ എന്ന് പറയുന്നതാണ്. സി വിജിൽ എന്ന് പറയുന്ന ആപ്പാണ് പുറത്തിറക്കിയത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയുള്ളൂ. ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതർ, അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതർ ഉള്ളതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ്. ഇവിടെ ഒന്നാം സ്ഥാനമായിട്ട് വന്നിരിക്കുന്ന ഏത് രാജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. ഒന്നാം സ്ഥാനം എവിടെയാണ്? ചൈനയാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് പുറത്തിറക്കി. ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയും, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയും കൂടിയാണ്. ഓക്കെ, ഇനി 2024 ആഗോള ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗലിലാണ് 2024 ആഗോള ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. നമുക്കറിയാം എന്നാണ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ജൂലൈ മാസം ഹെപ്പറ്റൈറ്റിസ് ഡേ ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ മാസം എന്നാണ്. ജൂലൈ മാസം 28-ാം തീയതിയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. ലോക ആരോഗ്യ സംഘടനാ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരുള്ളതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ചൈനയാണ്. അവിടെ ഒന്നാം സ്ഥാനമായിട്ട് വന്നിരിക്കുന്ന ഏത് രാജ്യമാണ്? ചൈനയാണ്. അടുത്ത് ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കള്ളപ്പണ കേസിൽ ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് രാജിവെച്ച ഡൽഹി സാമൂഹിക ക്ഷേമ മന്ത്രി ആരെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ED. കള്ളപ്പണ കേസിൽ ED അറസ്റ്റ് ചെയ്ത് അതിനെ തുടർന്ന് രാജിവെച്ച ഡൽഹി സാമൂഹിക ക്ഷേമ മന്ത്രി ചോദിക്കുകയാണെങ്കിൽ രാജ്കുമാർ ആനന്ദാണ്. വ്യക്തിയുടെ പേരെന്ന് ഓർത്ത് വെച്ചേക്കുക. രാജ്കുമാർ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം സാമൂഹിക ക്ഷേമ വകുപ്പ്, പിന്നെ തൊഴിൽ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗം, അങ്ങനെ 5-6-7 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയും കൂടിയാണ് രാജ്കുമാർ ആനന്ദ്. എന്ത് ചെയ്യാണ്? രാജിവെച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് നമുക്കറിയാറില്ലേ? നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലഫ്റ്റനന്റ് ഗവർണർ ആരാ? VK സക്സേനയാണ്, അല്ലേ? ഡൽഹിയിൽ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? VK സക്സേനയാണ്. വിനയ് കുമാർ സക്സേന എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പുതുവർഷത്തെ സൂചിപ്പിച്ച് നടന്ന ഉത്സവം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2024 ആന്ധ്രാപ്രദേശില്, തെലങ്കാന, അപ്പൊ കർണാടക, മഹാരാഷ്ട്രയിലും ഈ ഉത്സവം ആഘോഷിച്ചിട്ടുണ്ട്. ഇത് പുതുവർഷത്തെ സൂചിപ്പിക്കുന്ന ഉത്സവം എന്നാണ് പറയുന്നത്. ആ ഉത്സവം ഏതാണ്? ഉഗാദി എന്ന് പറയുന്ന ഉത്സവമാണ്. ഉഗാദി എന്ന് പറയുന്ന ഉത്സവമാണ്. ഓക്കെ, അവരിത് പറയുന്നത് ഇത് വസന്തത്തിന്റെ ആഗമനം എന്നാണ് പറയുന്നത്. ഈ ഉത്സവത്തെ
വസന്തത്തിൻ്റെ ആഗമനം എന്നാണ് ഈ ഉത്സവത്തെ പറയുന്നത്. എന്താണ്? വസന്തത്തിൻ്റെ ആഗമനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉഗാദി ഫെസ്റ്റിവൽ വേദിയായ സ്റ്റേറ്റ് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒപ്പം കർണാടക എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? ഉഗാദി ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രാജ്യാന്തര മാധ്യമ സ്ഥാപനമായ BBC, അല്ലെ, രാജ്യാന്തര മാധ്യമ സ്ഥാപനമായ BBC ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിച്ച സ്വകാര്യ കമ്പനി ഏതെന്നാണ്? BBC ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് പകരം കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി എന്ത് ചെയ്യാണ്? ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജ്യാന്തര മാധ്യമ പ്രവർത്തനമാണ് BBC ചെയ്യുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നാണ് BBC അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അതൊരു സ്വകാര്യ കമ്പനിക്ക് എന്ത് ചെയ്യാണ്? ചുമതല നൽകിയിരിക്കുകയാണ്. ആ കമ്പനിയുടെ പേര് കളക്റ്റീവ് ന്യൂസ് റൂം എന്നാണ്. കമ്പനിയുടെ പേര് എന്താണ്? കളക്റ്റീവ് ന്യൂസ് റൂം എന്നാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഹിന്ദി, ഗുജറാത്തി, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലാണ് അവർ എന്ത് ചെയ്യുന്നത്? നിലവിൽ ഇനി റിപ്പോർട്ട് നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം BBC നിർത്തലാക്കാൻ കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു BBC-യുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അല്ലെ? മോദിയുമായി ബന്ധപ്പെട്ട് BBC പുറത്തിറക്കിയ ഇന്ത്യാദി മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇന്ത്യാദി മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയാണ് BBC പുറത്തിറക്കി. സോ ഈ ഡോക്യുമെന്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വച്ചേക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒത്തിരി ചർച്ചകൾ, ഒത്തിരി വിഷയങ്ങളായതാണ്. അതുമായി എന്ത് ചെയ്യണം? BBC, കേന്ദ്ര സർക്കാർ, ബാക്കി സ്ഥാപനങ്ങളിലെ, അല്ലെ, ക്യാഷുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിംഗ് എല്ലാം ചോദിച്ചിരുന്നായിരുന്നു. അങ്ങനെ അവരുടെ പ്രവർത്തനം എന്ത് ചെയ്യാണ്? അവസാനിപ്പിച്ച് അവരിതിനെ സ്വകാര്യ കമ്പനിയായ കളക്റ്റീവ് ന്യൂസ് റൂമിന് എന്ത് ചെയ്യാണ്? ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. ഉക്രൈൻ ആക്രമിച്ച റഷ്യയുടെ മേൽനോട്ടത്തിലുള്ള തെക്ക് കിഴക്കൻ ഉക്രൈനിലെ ആണവ നിലയം ഏതെന്നാണ്? ഇത് നേരത്തെ ഉക്രൈന്റെ ആണവ നിലയമായിരുന്നു. ഇത് റഷ്യ പിടിച്ചെടുത്തു. എന്തിനാണ്? ഉക്രൈൻ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉക്രൈൻ ആക്രമിച്ച റഷ്യയുടെ മേൽനോട്ടത്തിലുള്ള തെക്ക് കിഴക്കൻ ഉക്രൈനിലെ ആണവ നിലയം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ സാപോറീഷ്യ ആണവ നിലയമാണ്. എന്താണ്? സാപോറീഷ്യ ആണവ നിലയമാണ്. ഇത് ഉക്രൈന്റെ കീഴിലായിരുന്നു. ഇപ്പൊ ആരുടെ കീഴിലാണ്? റഷ്യയുടെ കീഴിലാണ്. ഇത് ആര് ആക്രമിച്ചിരിക്കുകയാണ്? ഉക്രൈൻ ആക്രമിച്ചിരിക്കുകയാണ്. അടുത്ത റഷ്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഉറൽ നദിയിലെ അപ്രതീക്ഷിതമായ ജലപ്രവാഹത്തെ തുടർന്ന് ഓറൻബർഗിൽ തകർന്ന ഡാം ഏതെന്നാണ്? ഓറൻബർഗില് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ ഗവൺമെന്റ്. ഡാം തകർന്നിരിക്കുകയാണ്. ഏതാണ് ഡാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർസ്കിൽ ഡാം എന്ന് പറയുന്ന ഡാമാണ് തകർന്നിരിക്കുന്നത്. ഈ ഓർസ്കിൽ ഡാം തകർന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരെ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? ഉറൽ നദിയിലെ അപ്രതീക്ഷിതമായ ജലപ്രവാഹത്തെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ഡാം പൊട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു നാശം അവിടെ സംഭവിച്ചായിട്ടാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഡാം എന്ന് ചോദിക്കാം. ഏതാണ്? ഓർസ്കിൽ ഡാം എന്ന് പറയുന്ന ഡാമാണ് ഇപ്പോൾ അവിടെ അടിയന്തരാവസ്ഥ. ഓറൻബർഗ് നഗരത്തിൽ എന്താണ്? അടിയന്തരാവസ്ഥയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി റഷ്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? റഷ്യയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച റഷ്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കാൻ പോവുകയാണ്, അല്ലെ? പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ പിടിച്ച് അടച്ചിടുകയും അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്? മരിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പ് അറിയപ്പെടുന്ന പേരാണ് പേട്രിയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പേട്രിയറ്റ് എന്നാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച റഷ്യയുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണെങ്കിൽ
അലക്സി നവൽനിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് പേരിലാണ്? പേട്രിയറ്റ് എന്ന് പറയുന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പേട്രിയറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തൊരു നിയമനമാണ്. ഇന്ത്യയിൽ നിയമിതയായ UK പുതിയ കമ്മീഷണർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. UK ഇന്ത്യയുടെ പുതിയ കമ്മീഷണറെ ഇന്ത്യയിലേക്ക് നിയമിച്ചിരിക്കുകയാണ്. ഇതിനൊരു പ്രത്യേകത, ഇന്ത്യയിൽ നിയമിതയായ UK ആദ്യത്തെ വനിതയും കൂടിയാണ്, വനിതാ കമ്മീഷണർ കൂടിയാണ് ലിൻഡി കാമറൂൺ എന്ന് പറയുന്ന വനിത. അപ്പോൾ ഇന്ത്യയിൽ നിയമിതയായ UK പുതിയ കമ്മീഷണർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിൻഡി കാമറൂൺ ആണ്. പ്രത്യേകത എന്താണ്? UK പുതിയ കമ്മീഷണറായിട്ട് നിയമിതയായ ആദ്യ വനിത ചോദിക്കുകയാണെങ്കിലും ആര് തന്നെയാണ്? ഇത് ലിൻഡി കാമറൂൺ തന്നെയാണ്. ഇനി നോക്കിക്കോളൂ, UK ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഏപ്രിൽ കാത്ലീൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 2024 ഏപ്രിലില് കാത്ലീൻ കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യം തന്നെയാണ്? UK കൊടുങ്കാറ്റ് വീശിയിരിക്കുന്നത്. ഏത് രാജ്യത്താണ്? UK കൊടുങ്കാറ്റ് വീശിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മൾ കേരളത്തെ പറഞ്ഞതുപോലെ താപനിലയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ മാസമായിട്ട് കണ്ടെത്തിയത് ഏത് മാസമെന്നാണ് അല്ലേ? താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ മാസമായി കണ്ടെത്തിയത് ഏത് മാസമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് മാസമാണ്? മാർച്ച് മാസമാണ്. ഓക്കെ, ഇത് യൂറോപ്പിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായിട്ടുള്ള കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം അവർ ആദ്യം പറഞ്ഞു ജൂൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിരുന്ന മാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം കൂടുതൽ ചൂട് കൂടിയ മാസമായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഏത് മാസമെന്ന് ഓർക്കുക, അത് മാർച്ച് മാസമാണ്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏത് മാസമാണ്? മാർച്ച് മാസമാണ്. ഇനി ഇതാ നോക്കിക്കോളൂ, മുൻപേ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇതിപ്പോൾ അംഗീകാരം വന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഏത് രാജ്യത്ത് നിന്നുമാണ് ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000-ഓളം പഴക്കമുള്ള നാണയം കണ്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ചേര രാജാക്കന്മാരുടെ 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു നാണയം രാജ്യം ഏതാണ്? ഈജിപ്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇത് കണ്ടെത്തുന്നത് 2007 ഇത് കണ്ടെത്തിയത്. 2007 ഡയോസ്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ചേര രാജാക്കന്മാരുടെ കാലപ്പഴക്കമുള്ള 2000-ഓളം കാലപ്പഴക്കമുള്ള ആ ഒരു നാണയത്തെ കണ്ടെത്തുന്നത് ഈജിപ്തിൽ നിന്ന്. സോ ഈ വർഷം അവരെന്ത് ചെയ്യാണ്? ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് ചേര രാജാക്കന്മാരുടെ കാലത്തെ നാണയമാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മളോട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഏത് രാജ്യത്ത് നിന്നുമാണ് ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000-ഓളം പഴക്കമുള്ള നാണയം കണ്ടെത്തി എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏത് രാജ്യമാണ്? ഈജിപ്റ്റാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയറ ലിയോൺ എന്ന് പറയുന്നതാണ്. സിയറ ലിയോൺ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യം. ഇത് എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ അവർ കുഷ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. കുഷ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്ന് സോംബീസിന് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് മനുഷ്യന്റെ ശരീരത്തിലെ അസ്ഥികൾ വേണ്ടിവരും ഈ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ. അപ്പൊ ഇവർ ചെയ്യുന്നൊരു പരിപാടി, സ്വാഭാവികമായിട്ടും അവിടെ മരിച്ച മനുഷ്യന്മാരുടെ ശവക്കല്ലറകൾ എന്ത് ചെയ്യാണ്? തോണ്ടി
അതിൽ നിന്നും അസ്ഥിയെടുത്ത് ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നു. ഇപ്പോ സിയറലിയോൺസില് ശവക്കല്ലറയിൽ പോലീസ് കാവൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത്രയും മാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് കുഷ് എന്ന് പറയുന്ന മയക്കുമരുന്ന്. അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ആഫ്രിക്കൻ രാജ്യത്തിൽ മാരകമായ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സിയറലിയോൺ എന്ന് പറയുന്ന രാജ്യമാണ്. ഇനി സ്ലോവാക്യയില് പുതുതായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. സ്ലോവാക്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പീറ്റർ പെല്ലഗ്രിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സ്ലോവാക്യയിലെ, യൂറോപ്യൻ രാജ്യമായ സ്ലോവാക്യയിലെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പീറ്റർ പെല്ലഗ്രിനി എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട 2 ദിനങ്ങളാണ്. അതിലൊന്ന് ഏപ്രിൽ 7 അല്ലെ. ഏപ്രിൽ 7 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അല്ലെ. 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നു. ആ ഏപ്രിൽ 7 നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അല്ലെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിലവിൽ ആരാണ് മേധാവി എന്ന് നമുക്കറിയാം. ടെഡ്രോസ് അദോനം ഗബ്രിയേസ് ആണ്. ടെഡ്രോസ് അദോനം ഗബ്രിയേസ് ഏത് രാജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്യോപ്യൻ രാജ്യക്കാരനാണ്. ടെഡ്രോസ് അദോനം ഗബ്രിയേസ് നമ്മൾ ക്ലാസ്സിലെല്ലാം ഇതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, എന്താണ് 2024 വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനത്തിന്റെ തീം എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ്. എന്താണ് തീം? മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓക്കെ, എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന് പറയുന്നതാണ് 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ തീം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഏപ്രിൽ മാസം 10 അല്ലെ. ഏപ്രിൽ 10 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോക ഹോമിയോപ്പതി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അല്ലെ. ഹോമിയോപ്പതി നമുക്കറിയാം. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമുവൽ ഹാനുമാൻ ആണ്. അദ്ദേഹം ജനിച്ച 1755 ഏപ്രിൽ മാസം 10-ാം തീയതി. ആ ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മൾ ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത്. സാമുവൽ ഹാനുമാൻ ഏത് രാജ്യമെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ജർമ്മൻകാരനാണ്. ജർമ്മൻ. അപ്പൊ ഏപ്രിൽ 10 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോക ഹോമിയോപ്പതി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് 2024 തീം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹോമിയോ പരിവാർ, 1 ഹെൽത്ത് 1 ഫാമിലി എന്നാണ് തീം. നമ്മുടെ തീം എന്താണ്? ഹോമിയോ പരിവാർ, 1 ഹെൽത്ത് 1 ഫാമിലി എന്ന് പറയുന്നതാണ് നമ്മുടെ തീമായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അല്ലെ. 2024 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹത്തെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിയുടെ പേര് പീറ്റർ ഹിഗ്സ് ആണ് അല്ലെ. ഭൗതിക ശാസ്ത്രത്തിന്റെ പരിണാമ സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെ ഹിഗ്സ് ബോസോൺ കണങ്ങൾ കണ്ടെത്തിയ അദ്ദേഹം അല്ലെ. നമ്മളതിനെ ദൈവഗണം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ദൈവഗണം, ഭൗതിക ശാസ്ത്രത്തിന്റെ പരിണാമ സിദ്ധാന്തം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനെ ഹിഗ്സ് ബോസോൺ കണങ്ങൾ കണ്ടെത്തിയതാണ് പീറ്റർ ഹിഗ്സ്. ഇദ്ദേഹം കണ്ടെത്തുന്നത് 1964-ലാണ്. ഇദ്ദേഹം കണ്ടെത്തുന്നത് 1964-ലാണ് ഇത് കണ്ടെത്തുന്നത്. പക്ഷേ 2012-ലാണ് ഇത് അംഗീകരിക്കുന്നത്. 2012-ലാണ് അല്ലെ. ഹിഗ്സ് ബോസോൺ മാതൃക അംഗീകരിക്കുന്നത് 2012-ലും. അദ്ദേഹത്തിന്, പീറ്റർ ഹിഗ്സിന് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2013-ലുമാണ്. ഇദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കാം. പ്രത്യേകിച്ച് ഭൗതിക ശാസ്ത്രത്തിന്റെ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവഗണ മാതൃക കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിക്കാം. അദ്ദേഹം അന്തരിച്ച വർഷം ചോദിക്കാം. ഏത് വർഷമാണ് അദ്ദേഹം കണ്ടെത്തിയെന്ന് ചോദിക്കാം. എന്ന് അംഗീകരിച്ചു എന്ന് ചോദിക്കാം. അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ഏത് വർഷമാണ്? 2013-ലാണ്. ഓക്കെ, അദ്ദേഹത്തിനോടൊപ്പം ഫ്രാൻസ്വാ ഇംഗൽറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും കൂടി ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഇത് കണ്ടെത്തിയതിന്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന വിയോഗങ്ങളിൽ ഒന്നാണ് 2024 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പീറ്റർ ഹിഗ്സ് ആണ്. നമുക്ക് ഈ ആഴ്ചയിലെ കായിക വാർത്തയിലോട്ട് മെല്ലെ പ്രവേശിക്കാം. IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമാരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ, അല്ലേ? നമുക്കറിയാം രവീന്ദ്ര ജഡേജ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് രവീന്ദ്ര ജഡേജ. അദ്ദേഹമാണ് 1000 റൺസ് തികച്ചു, 100 വിക്കറ്റും ഒപ്പം 100 ക്യാച്ചും നേടുന്നു. അദ്ദേഹമാണ് രവീന്ദ്ര ജഡേജ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023-2024 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2023-2024 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് നേടിയത്. വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷില്ലോങ് ആണ്. വേദിയായത് എവിടെയാണ്? ഷില്ലോങ് ആണ്. ഓക്കെ, ഇവരാരെ തോപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷില്ലോങ് ലജോങ് എന്ന് പറയുന്ന ടീമിനെ തന്നെയാണ്. ഷില്ലോങ് ലജോങ് എന്ന് പറയുന്ന ടീമിനെ തോപ്പിച്ച് കിരീടം നേടിയിരിക്കുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. ചോദിക്കാം ഒരുപക്ഷെ 2023-2024 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. ഓർത്ത് വെച്ചേക്കുക. വേദി ഷില്ലോങ് ആണ്. വേദി ഷില്ലോങ് ആണ്. അടുത്ത ദിവസം നോക്കിയോളൂ. 2024 പാരീസ് ഒളിമ്പിക്സ് മുതൽ 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് മുതൽ ഒളിമ്പിക്സ് സമ്മാനത്തുക നൽകുവാൻ തീരുമാനിച്ച ആദ്യ കായിക സംഘടന ഏതെന്നാണ്. ഒളിമ്പിക്സിൽ ഇതുവരെയും സമ്മാനത്തുകയില്ല, അല്ലെ? ഗോൾഡ്, പിന്നെ അതിനുശേഷം നമ്മൾ സിൽവർ, ബ്രോൺസ് ഇങ്ങനെയാണ് മെഡലുകൾ കൊടുത്തുപോയത്. സമ്മാനത്തുകയില്ല. പകരം ഒളിമ്പിക്സിൽ ഇനി സമ്മാനത്തുക നൽകാൻ പോവുകയാണ്. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകാൻ പോകുന്ന സംഘടന ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ IAAF ആണ്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ് ഇനി സമ്മാനത്തുക നൽകുന്നത്. പ്രത്യേകത, 2024 അവർ സമ്മാനത്തുക നൽകാൻ പോകുന്നത് ഗോൾഡ് മെഡൽ നേടുന്ന വ്യക്തിക്കായിരിക്കും. 2024 നൽകുന്നത് ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിക്കായിരിക്കും. ഏകദേശം 50,000 പൗണ്ടാണ് നൽകാൻ പോകുന്നത്. 50,000 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പി 41 ലക്ഷം വരും നമുക്ക് 50,000 പൗണ്ട്. പക്ഷെ ഒളിമ്പിക്സിൽ ഇപ്പം നൽകുന്നവര് സ്വർണ്ണ മെഡൽ ലഭിക്കുന്ന വ്യക്തിക്കാണ് നൽകുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് 2028 നടക്കുന്ന ഒളിമ്പിക്സുകൾക്ക് എന്ത് സംഭവിക്കും? സ്വർണം, വെള്ളി, വെങ്കലം നേടുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാണ്? മെഡലുകൾ നൽകുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 2024 പാരീസ് ഒളിമ്പിക്സ് മുതൽ ഒളിമ്പിക്സ് സമ്മാനത്തുക നൽകുവാൻ തീരുമാനിച്ച ആദ്യ കായിക സംഘടന ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ആണ്. നിലവിൽ ആരാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ സെബാസ്റ്റ്യൻ കോയാണ്. നിലവിൽ അദ്ദേഹമാണ് നിലവിലെ പ്രസിഡന്റ്. ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സെബാസ്റ്റ്യൻ കോയാണ് പ്രസിഡന്റ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഒളിമ്പിക്സിൽ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ വനിത ജൂറിയായിട്ട് എന്ത് ചെയ്യാണ്? തിരഞ്ഞെടുത്തു. ആദ്യ ഇന്ത്യൻ വനിതയും കൂടിയാണ്. ജമ്മു കാശ്മീർ സ്വദേശിയാണ് ഇദ്ദേഹം. ജമ്മു കാശ്മീർ സ്വദേശിയാണ് ഇദ്ദേഹം. വനിതയുടെ പേര് ബിൽക്കീസ് മീർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ബിൽക്കീസ് മീർ എന്ന് പറയുന്ന വനിതയാണ്. ഏതാണ് ഇവന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കനോയിങ് ആണ് ഇവന്റ്. കനോയിങ് ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ കനോയിങ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2024 ഒളിമ്പിക്സിൽ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ്. ആരാണ്? ബിൽക്കീസ് മീർ എന്ന് പറയുന്നത്. സ്വദേശം ജമ്മു കാശ്മീർ സ്വദേശിയാണ് ബിൽക്കീസ്. ഏതാണ് ഇവന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കനോയിങ് ആണ്. ഇവന്റ് ഏതാണ്? കനോയിങ് ആണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തന്ന 5 ക്വസ്റ്റ്യൻസ് ആൻസർ തന്ന എല്ലാവർക്കും നന്ദി.
നമുക്ക് അതിന്റെ ആൻസറിലോട്ട് പ്രവേശിക്കാം. അതിലൊന്ന്, അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി 2023 ജൂണിൽ അന്തരിച്ചു. ആരായിരുന്നു വ്യക്തി എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ. അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിച്ച ആദ്യ മലയാളി 2023 ജൂണിൽ അന്തരിച്ചു. ആരായിരുന്നു വ്യക്തി എന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? ആൽബി ഡിക്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അന്തരിച്ചത്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയെന്നായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 1-ാം സ്ഥാനമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായിട്ടുള്ള 5-ാം തവണയും 1-ാം സ്ഥാനം നേടിയ IIT ഏതെന്നാണ്? കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ 5-ാം തവണയും 1-ാം സ്ഥാനം നേടിയ IIT മദ്രാസ് ആണ് എന്ത് ചെയ്യുന്നത്? 1-ാം സ്ഥാനം നേടിയത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റ്സൺ ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് അല്ലെ. വിറ്റ്സൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹർമൻപ്രീത് കൗർ ആണ്. ഹർമൻപ്രീത് കൗർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രേം നസീറിന്റെ പേരിൽ സാംസ്കാരിക സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? കെ മധുവിനാണ് നൽകിയിരിക്കുന്നത്. കെ മധുവിനാണ്. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ 5 ക്വസ്റ്റ്യനോട് നമുക്ക് മെല്ലെ പ്രവേശിക്കാം. അതിലൊന്ന്, മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി വായിക്കുന്നു. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവിയുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ഏതെന്നാണ്? 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 3, ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് 2023 G20 സമ്മേളനത്തിന് വേദിയായ നഗരം ഏതെന്നാണ്? ഒരിക്കൽ കൂടി വായിക്കുന്നു. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് 2023 G20 സമ്മേളനത്തിന് വേദിയായത് എവിടെയെന്നാണ്? 4, ISROയുടെ പുതിയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്? അപ്പൊ ISROയുടെ പുതിയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്? 5, രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച നഗരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച നഗരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? അറിയാന്നുള്ളത് ഒന്ന് ആൻസർ ചെയ്യപ്പെടുത്തിയിരിക്കുക. PSC നമ്മളോട് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.